ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനായി സജ്ജമാക്കിയ സി-വിജിൽ സംവിധാനത്തിന് മികച്ച പ്രതികരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഹരിതചട്ടം പാലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കൈപ്പുസ്തകം പുറത്തിറക്കി. രാജ്യത്തെ ആഭ്യന്തര LPG ഉത്പാദനം 40% വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. റംസാൻ ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ പള്ളികളും വീടുകളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24 സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. സംസ്ഥാനത്ത് ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ജില്ലയിലുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വാശിയേറി. പ്രമുഖ വ്യക്തികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളും ജില്ലയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരും കൂടാതെ കണ്ണൂരും തളിപ്പറമ്പും പയ്യന്നൂരും ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കൺവെൻഷനുകളും റോഡ് ഷോകളും പുരോഗമിക്കുകയാണ്. ജില്ലയിലെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. പ്രചരണത്തിനായി വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ജില്ലയിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. 2026 കേരള നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനായി സജ്ജമാക്കിയ സി-വിജിൽ സംവിധാനത്തിന് മികച്ച പ്രതികരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 4585 പരാതികളാണ് ഒറ്റ ദിവസം കൊണ്ട് ആപ്പിലൂടെ ലഭിച്ചത്. ഇതിൽ 4528 പരാതികളും അതിവേഗം പരിശോധിച്ച് തീർപ്പാക്കാൻ സാധിച്ചതായും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ 3 ദിവസം മുൻപും രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികളും വ്യക്തികളും 7 ദിവസം മുൻപും അപേക്ഷകൾ സമർപ്പിക്കണം. സ്ഥാനാർത്ഥികൾ അവരുടെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കുന്നതിനുള്ള ഗ്രീൻ ബട്ടൺ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ കൈപ്പുസ്തകം പുറത്തിറക്കി. ശുചിത്വ മിഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസും സംയുക്തമായി തയ്യാറാക്കിയ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. കൈപ്പുസ്തകം സംസ്ഥാനത്തെ ജില്ലാ വരണാധികാരികൾക്കും റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് ലഭ്യമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഇതുവരെ നീക്കം ചെയ്തത് 2563 പ്രചാരണ ബോർഡുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ 1195 പോസ്റ്ററുകൾ, 514 ബാനറുകൾ, ചുവരെഴുത്ത്, 853 മറ്റ് പ്രചാരണ സാമഗ്രികൾ എന്നിവയാണ് നീക്കം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പരിശീലന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൈമാറി. ആദ്യഘട്ട പരിശീലനത്തിന്റെ ഭാഗമായി 170 EV മെഷീനുകളാണ് കൈമാറിയത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ ഈദുൽ ഫിത്തർ, നൌറൂസ് ആഘോഷങ്ങൾക്കിടയിലും സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഊർജ്ജ മേഖലയിലെ പ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുള്ള വ്യാപകമായ ആക്രമണങ്ങൾ മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് TV സ്ഥിരീകരിച്ചു.
രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആഭ്യന്തര LPG ഉത്പാദനം 40% വർദ്ധിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രിതല വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. അർമേനിയ അസർബൈജാൻ പാതയിലൂടെ 284 തീർത്ഥാടകർ അടക്കം 913 പൌരന്മാരെ സുരക്ഷിതരായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സമുദ്ര പര്യവേക്ഷണ മേഖലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തുറമുഖ ജലപാത മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. पिछले 24 घंटों में कोई समुद्री घटना की रिपोर्ट नहीं है. हमारे सारे 22 जहाज और 611 भारतीय नाविक सुरक्षित हैं जो पर्शियन गल्फ रीजन में है और डीजी शिपिंग उनकी कंटिन्यूअसली मॉनिटरिंग कर रहा है. पिछले 24 घंटों में एक जो हमारी 24/7 हेल्पलाइन है, कम्युनिकेशन सेंटर है और कंट्रोल रूम है, उसमें करीब 125 कॉल और 200 से ज्यादा ईमेल प्राप्त हुए जिनका जवाब दिया गया. और पिछले 24 घंटों में 25 भारतीय नाविक को रिपैट्रिएट करके साइन ऑफ के बाद भारत वापस लाया गया अपने मिशन के सहयोग से. किसी पोर्ट में कोई कंजेशन नहीं है. ഈ മാസം 16-ന് കാബൂളിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി ഇന്ത്യ 2.5 ടൺ അടിയന്തര മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, കിറ്റുകൾ എന്നിവ വിതരണം ചെയ്തു. അഫ്ഗാൻ ജനതയോട് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും സാധ്യമായ എല്ലാ മാനുഷിക പിന്തുണയും നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 18-ന് റിയാദിൽ ഒരു ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടതിൽ സൌദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് UN മനുഷ്യാവകാശ കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. വിയോജിപ്പുകളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ഉപയോഗിക്കുന്നതായും ജനീവയിൽ നടന്ന UN മനുഷ്യാവകാശ കൌൺസിലിന്റെ 61ാമത് സെഷനിൽ സംഘടനാ പ്രതിനിധി മഹിറ ബലൂച്ച് കുറ്റപ്പെടുത്തി. 2025-ൽ മാത്രം 1355 പേരെ കാണാതായതായും 225 പേർ കൊല്ലപ്പെട്ടതായും അവർ പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം വരും മണിക്കൂറുകളിൽ കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. തായ്ലൻഡ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അനുദിൻ ചാൻവിരക്കൂലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത സാംസ്കാരിക ബന്ധം, ജനങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം, സാംസ്കാരിക പൈതൃകം എന്നിവയിൽ വേരുറയ്ക്കപ്പെട്ടതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമാധാനം, പുരോഗതി എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും പൊതുവായ അഭിലാഷങ്ങളാണ് ഉള്ളതെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 26 മുതൽ 29 വരെ കാമറൂണിൽ നടക്കുന്ന ലോക വ്യാപാര സംഘടനയുടെ 14ാമത് മന്ത്രിതല സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. വിവിധ ഭൌമരാഷ്ട്രീയ കാരണങ്ങളാൽ ലോകം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ആഗോള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ ലോക വ്യാപാര സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. പാകിസ്ഥാനെ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. പഞ്ചാബിലും ഡൽഹിയിലുമായി 5000 കോടി രൂപയിലധികം വിലമതിക്കുന്ന 126 സ്ഥാവര സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. PACL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിലാണ് നടപടി. കാർഷിക ഭൂമിയുടെ വിൽപ്പനയുടെയും വികസനത്തിന്റെയും മറവിൽ രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് നിക്ഷേപകരിൽ നിന്ന് 48,000 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയതായാണ് കേസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനായി സജ്ജമാക്കിയ സി-വിജിൽ സംവിധാനത്തിന് മികച്ച പ്രതികരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഹരിതചട്ടം പാലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കൈപ്പുസ്തകം പുറത്തിറക്കി. രാജ്യത്തെ ആഭ്യന്തര LPG ഉത്പാദനം 40% വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.